ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാരും നല്ല ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ എന്തെല്ലാം ഉണ്ട് വിശേഷം? നിങ്ങൾ ഈ ആഴ്ച എങ്ങനെയുണ്ടാ? ഈ ആഴ്ച ഞങ്ങൾക്ക് വേറെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒക്കെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു അടിപൊളി അൺബോക്സിങ്, നമ്മളെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ അല്ലേ രസിച്ചത്? ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു 4-5 സാധനം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഇതാണോ വലിയ അൺബോക്സിങ്, പക്ഷെ ഞങ്ങൾക്ക് ഇതിന് വലിയൊരു ആനക്കാരിയാണ് ഗൈസ്. ഞങ്ങളെ ഭയങ്കര ഒരു കഷ്ടപ്പാടിന്റെ ഫലമായി ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണിത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഈ സാധനം ലാസ്റ്റ് പൊട്ടിക്കാം അല്ലെ? ഇതിവിടെ കിടന്നോട്ടെ, അവിടെ സൈഡിൽ നിന്നോട്ടെ. അതാണ് നമ്മളെ മെയിൻ സാധനം. ലാസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് കുഞ്ഞു കുഞ്ഞു സാധനം കാണിക്കാം. ഫസ്റ്റ് നമ്മൾ വാങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ ആമസോണിന് വാങ്ങിയതിന്റെ ലിങ്ക് നമ്മള് വേണ്ടവർക്ക്, ഇത് യൂസ്ഫുൾ ആവുന്നവർക്ക് നമ്മള് താഴെ കൊടുക്കാം. നമ്മൾ മുകളിൽ സൈഡില് ലിങ്ക് ഉണ്ടാവും. സാധനങ്ങൾ നോക്കിയിട്ട് നമുക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാനും പറ്റും. ഞങ്ങൾക്ക് ആ ഓപ്ഷനൊക്കെ എനേബിൾ ആയിട്ടുണ്ട് കേട്ടോ യൂട്യൂബില്. അപ്പൊ ഫസ്റ്റ് സാധനം എന്താ രസിച്ചത്? എല്ലാരും ചെയ്യുന്ന ഹലോ ഗായ്സ്, ആ സാധനമാണ് ഇത്. ഇത് നമ്മള് വാങ്ങിയത് ഏത് കമ്പനിയുടെ? ഏത് കമ്പനിയാ? സെൽഫി സ്റ്റിക്ക് R1SL. കമ്പനി ഏതാന്നുള്ള കാര്യം ആക്ച്വലി ഏത് വെച്ച് കമ്പനി, നമ്മൾ ഡിജിടെക്കോ അങ്ങനെ ഏതോ കമ്പനിയുടെ വാങ്ങിയ. ഞാൻ കറക്റ്റ് ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ മാനുവൽ ഉണ്ട് അതിന്റെ കൂടെ. പിന്നെന്താ, നമുക്ക് മെയിൻ സാധനം ഉണ്ട് ഗൈസ്. നമ്മള് ചെറിയ വീഡിയോസിലെല്ലാം ലൈറ്റ്സ് ഉണ്ടാവുന്നത് ഭയങ്കര കുറവാണ്. സോ വി ഹാവ് എൻ അറ്റാച്ച്ഡ് ലൈറ്റ് വിത്ത് ദിസ്. ലൈറ്റ് ഉണ്ട്. ഞാനത് വാങ്ങുമ്പോ നോക്കിയിട്ടില്ല. ഉണ്ടാവില്ല. ഇല്ല, നമ്മൾ ആദ്യം ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ട് അതിനില്ലല്ലോ. അപ്പൊ ഇത് എല്ലാ സെൽഫി സ്റ്റിക്കും ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ മറ്റേ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ആവൂലേ? എക്സ്റ്റെൻഡ് ആവും ഇങ്ങനെ വെച്ചിട്ട്. ഇത് വിത്ത് സ്റ്റാൻഡ് ആണ്. സെൽഫി സ്റ്റിക്ക് മാത്രല്ല. ഇതിപ്പോ എത്ര ഹൈറ്റ് ഉണ്ടാവും? എന്റെ ഹൈറ്റ് ഉണ്ടാ? ഇല്ല, രസിച്ചിട്ട് ഹൈറ്റ് ഇല്ല. എന്നാലും നമുക്ക് ഒരു ഡാൻസ് വീഡിയോസിലും സുഖമായിട്ട് എടുക്കാം. അപ്പൊ ഇത് ഒരു എന്താണ്, സെൽഫി സ്റ്റിക്ക് കം സ്റ്റാൻഡാണ്. അപ്പോ ഇത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഗൈസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഞങ്ങൾ ഇതിന്റെ റിവ്യൂ ഒരു കുറച്ചുനാൾ യൂസ് ചെയ്തതിന് ശേഷം പറയാം, ശരിക്കുള്ള റിവ്യൂ. പിന്നെ നമ്മൾ വാങ്ങിച്ചത്, നമുക്ക് വീഡിയോസ്, ഇതിനോട് വേറൊന്നും സാധനം കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ചാർജർ ആണുള്ളത്. ചാർജറും കൂടി ഉണ്ട്, കാരണം ലൈറ്റ് വരണമല്ലോ. അപ്പൊ അത് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ഇതെന്താ, വൈറ്റ് കേർട്ടൻ അല്ല, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പ് പോലത്തെ ഒരു സാധനം, നല്ല വെള്ള വൈറ്റ് കളർ. കാരണം ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? എന്താ പറയാ, പറയാനൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത് വിചാരിക്കുന്ന ഒരു ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ ആക്കിയിട്ട് അതില് ലൈറ്റ്സ് എല്ലാം കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ നല്ല കോസി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ, അങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തെങ്കിലും ലോങ് വീഡിയോസ് എല്ലാം ഇരുന്ന് ചിറ്റ് ചാറ്റ് വീഡിയോസ് എല്ലാം ചെയ്യാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇപ്പൊ ഈ 2026 സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത്. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം എടുത്തു. കാരണം ഞങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രസിച്ചി, നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൽ തന്നെ കിട്ടിയതിന് മാത്രമേ നമ്മൾ ചെയ്യൂ. അതുകൊണ്ടാണ് ഞങ്ങൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, എന്തായാലും ഇതിലും ഭയങ്കര അഫോർഡബിൾ, 200-300 രൂപയുള്ളൂ. അതുപോലെ ഈ സെൽഫി ഇത് ഭയങ്കര കട്ടിയുണ്ടല്ലേ, നല്ല ഉറപ്പുണ്ട്. ഇതിനും 300 രൂപ എങ്ങാനേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ 600-700 രൂപയ്ക്ക് നമുക്ക് ഈ 2 സാധനം കിട്ടും. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ഡബിൾ ടേപ്പ് ആണ്. ഇത് വെച്ചാൽ നമ്മള് കേർട്ടൻ ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടിട്ട്. ഇതെന്താ, ഗ്രിപ്പ് ടേപ്പ് എന്നാണ് പറയുന്നത്. റീയൂസബിൾ, റിമൂവബിൾ ആൻഡ് വാഷബിൾ. നമുക്ക് റീയൂസ് ചെയ്യാം, നമുക്ക് അതിന് ഒട്ടിച്ചത് റിമൂവ് ചെയ്യാം, ഇത് വാഷും ചെയ്യാം. അത്രയും ഉറപ്പുള്ള സാധനം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട്, ഇതും കൊണ്ട് ഒട്ടിച്ചിട്ട് അതിൽ ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട്, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോകൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. പിന്നെ എന്താ, ഇതിന്റെ കൂടെ എന്തോ കാർഡെല്ലാം ഉണ്ട് കേട്ടോ, വാറന്റി കാർഡാ ഇതിനോ? താങ്ക് യു ഫോർ പർച്ചേസിങ്. ഇവരെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് എല്ലാം ഉണ്ട്. ഓക്കെ, യുക്രാവോ എന്ന് പറഞ്ഞൊരു പേജിന്റെ, യുക്രൈൻ അല്ല, യുക്രാവോ.
അപ്പൊ ഇതിന്റെ ഉപയോഗം ഞങ്ങൾ കുറച്ചുനാൾ യൂസ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. ഇനിയാണ് നമ്മളെ സാധനം. അതെ, ഗജരാജ കില്ലാടി. പേര് വന്നു അതില് വന്നില്ലേ? നിങ്ങക്ക് കാണുന്നുണ്ടോ? അവർക്ക് ചിലപ്പോൾ ഉൾട്ടിയായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അല്ലല്ലേ? കറക്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ പാർവി? ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വിത്ത് സ്റ്റാൻഡ്. ഓ, ഞങ്ങളൊരു ചിരകാല സ്വപ്നം, ഞങ്ങളുടെ വാവ. അപ്പൊ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല, കാരണം ഇത് നമുക്ക് നിങ്ങളെ മുന്നിൽ പൊട്ടിക്കണം. ബാക്കിയിൽ നമ്മൾ പൊട്ടിച്ചു ആവേശം മൂട്ടിച്ച്. ഇത് പക്ഷെ നിങ്ങളെ മുന്നിൽ നിന്ന് പൊട്ടിക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. കാരണം നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയത്. പൊട്ടിക്കരുത് ചേച്ചി. ഓ, അറിയില്ല. എടുത്തോ പെട്ടി. പൊട്ടിക്കട്ടെ? റെഡി, 1 2 3. സോറി ഗൈസ്, ഇത് കവർ തുറന്നിട്ടാ മതി. റെഡി, 1 2 3. കനുണ്ടാ? ഇത് ബാഗിലുണ്ട്. എനിക്കൊരു ആൽബം എടുത്ത പോലെ തോന്നി. വെഡിങ് ആൽബത്തിന്റെ ഒരു പ്രതീതി. അത് കാല്, തല വന്നു. കാലെല്ലാം നല്ല കനുണ്ട് കേട്ടാ. എന്റെ മോന് നമ്മളെന്താ ഇത്ര പെട്ടെന്ന് തുറന്നു വെച്ചാൽ സെല്ലോ ടേപ്പ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു, കാരണം എടുക്കാനുള്ള എളുപ്പത്തിന്. ഇതെല്ലാം ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ആ കവർ നൂരിയോണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ പറ്റി. നോക്കി 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 അത് പുറത്തുണ്ടോ. ഓ, കണ്ടതേ ഉള്ളു കേട്ടാ. ഇതെല്ലാം ശരിക്കും നമ്മള് വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ വാങ്ങുന്നോ അല്ലെ? എന്തിന് തൊടാൻ പറ്റുന്നല്ലോ വിചാരിച്ചു. തൊട്ടോ, എല്ലാരും തൊട്ടോ. ഒരു ഉമ്മ എടുക്ക, ഉമ്മ. ഓക്കെ, ഇതിന്റെ കാലാണ്. ഇതിന് 3 കാലുണ്ട്. മുക്കാലെണ്ണാണ്. മുക്കാല മുക്കാപ്പല ലേല. ഇത് ഇത്രയാവുള്ളൂ ചേച്ചി. ഇത് ഇതിന്റെ സ്റ്റാൻഡാണ്. എടാ അത് ഇതെന്തെങ്കിലും ഒരു കുറച്ചും കൂടെ വലിക്കുന്നുണ്ടടാ. ഇങ്ങനെ ആക്കണ നിക്കാത്തത് എന്ത്? ഇതപ്പൊ ഇങ്ങനെ വിടർത്തണ. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് ഇങ്ങനെയൊന്നുമല്ല. കുറച്ചും കൂടെ ഇതുണ്ടടാ. അതാണ് ഞാൻ പറയാം, കുറച്ചും കൂടെ വിടർത്തണം. വിടർത്തണം ഗൈസ്, വിടർത്തി ഞങ്ങൾ. പാർവി കാണിക്ക്, പാർവി വിടർത്തിയത്. ഓ, ഇങ്ങനെയാന്ന് തോന്നുന്നേ. മുട്ടിയിട്ട ഒറ്റക്കാലനാണ്. ഞങ്ങൾ കുറച്ചുകാലുണ്ടെങ്കിലും പഠിച്ചിട്ട് ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിടിച്ച് വലിക്കണ്ട. നിങ്ങൾ പഠിക്കട്ടെ ഗൈസ്. ഇനാണ് മറ്റവനെടുക്കുക, മറ്റവനെ പൊട്ടിക്ക്. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, സ്റ്റഡി ആണ് സംഭവം. ബട്ട് ഐ തിങ്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അമ്മ ചവിട്ട്, അമ്മ ചവിട്ട് ഓടിക്കുന്നേ. ഫുള്ള് സിബ് ഫുള്ള് എടുത്തിച്ച് അല്ലെങ്കിൽ ലൈറ്റ്. ഇവിടെ റിമോട്ട് ഉണ്ട്. റിമോട്ട് ഉണ്ട് ലൈറ്റ് മാറ്റാൻ. ബ്ലൂ, ഗ്രീൻ. ഇവിടെ തന്നെ ബട്ടൺ അടിക്കുന്നു. എല്ലാത്തിനും ഉമ്മയുണ്ട്. അപ്പൊ ഇനി തൊട്ട് പാർവി ഔട്ട്. പാർവി ഔട്ട്. ഇനി പാർവി പഠിച്ചോ. സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി. ഇതെല്ലാം ഇതിന്റെ എന്തോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഞങ്ങൾക്കിത് ടെക്നിക്കലി എന്തോന്ന് ഫിറ്റാക്കാൻ അതിൽ മാനുവൽ ഇല്ലേ, അത് നോക്കിട്ട് ഫിറ്റാക്കാം. ഓക്കെ. ആലപ്പുഴ അമ്മുക്കുട്ടി റമ്മു ഊത്തത് ആസപ്പെട്ട ചേട്ടനൊക്കെ മമ്മ ഊത്തത്. അപ്പൊ ഇതവിടെ വെക്കല് ഇതിങ്ങനെ എങ്ങനെയോ ഇവിടെ വെക്കും. ഓക്കെ, അത് ഞങ്ങൾ പഠിക്കട്ടെ ഗൈസ്. ഇതിങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ പൊക്കണ്ടതാന്ന് തോന്നുന്നത്. ഇങ്ങനെയാണെന്നാണ് എന്റെ ഒരു നിഗമനം. അത് ടൈറ്റ് ആക്കാൻ
എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ശരിക്കും പറ്റിയ പാട്ടാ അല്ലേ? ഇവിടെ ഓഫ് ഓൺ ലൈറ്റ് എല്ലാം ഉണ്ട് ബാക്കില്. ചാർജ് ചെയ്യേണ്ടി വരും. ഇതിവിടെ ബാക്ക് സൈഡ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടു, ഇവിടെ ഓഫ് ഓൺ ബട്ടൺ അല്ല, ഇവിടെ ചാർജ് ചെയ്യേണ്ട സ്ലോട്ട് ഉണ്ട്. ഇവിടെ എന്തോ കണക്ഷന്റെ ആണ്. ഇത് ഓൺ ഓഫ്. പിന്നെ ഇത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മള് ക്യാമറ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ഇതെടുത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. റിമോട്ട് ഉണ്ട്. ഇതിന്റെ ഓക്സിലറി ലൈക്ക് ഇതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാൻ, ഏതാ ലൈറ്റ് വേണ്ടത് സെലക്ട് ചെയ്യാൻ എല്ലാത്തിനുള്ള റിമോട്ട്. പിന്നെ ഇത് സ്റ്റാൻഡ് ഉണ്ട്. ഇത് നമ്മളെ ഫോൺ വെക്കേണ്ട സ്റ്റാൻഡാണ് ഇവിടെ. ഓക്കെ, പിന്നെ കേബിൾസ് ഉണ്ട്. അതന്നെ, ഇത് ചാർജ് ചെയ്യേണ്ട കേബിള്. ചാർജ് ചെയ്യാൻ ലൈക്ക് ഇവിടെ നമ്മള് ചാർജ് ചെയ്യണം ഈ സാധനം. ഇൻപുട്ട് റേഞ്ച് എല്ലാം, കളർ, ടെമ്പറേച്ചർ, LED ഔട്ട്പുട്ട്, ലൂമിനൻസ്, ഫ്ലാഷ് ഇൻഡെക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു വിവരം പറഞ്ഞുതരാൻ വേണ്ടിട്ട്. പിന്നെ അതിന്റെ മാനുവൽ ഉണ്ട്. ഇത് നോക്കി പഠിച്ചിട്ട് ഞങ്ങൾ പ്രോ ആവുന്നതായിരിക്കും. ഇത് കറക്റ്റ് ഫിറ്റ് ആയിട്ടേ ഉണ്ട്. ചൂട്ടോ, നല്ലൊരു പേടി. അല്ല, അമ്മയുടെ ചവിട്ടുന്നുണ്ട് അതിന്, അതാണ്. നോക്കാം നമുക്ക്, അത് നേരാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ഇതാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. ഇതിപ്പോ ഇവനെ സൈഡിൽ വെക്കാം അല്ലേ? അപ്പോ ഞങ്ങൾക്ക് ഇതുള്ള വളരെ സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഞങ്ങൾക്ക് ഇത്രയും സാധനം വാങ്ങിക്കാൻ പറ്റി. വി ആർ വെരി ഹാപ്പി. എന്താണ്, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ദൈവത്തിനോട് നന്ദി. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി. ഞങ്ങളെ വെൽ വിഷേഴ്സിനോട് നന്ദി. എല്ലാവരോടും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് 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 സ്നേഹവും നന്ദിയും. ഞങ്ങൾ എല്ലാവരുടെയും പ്രയേഴ്സിൽ നിങ്ങൾ എല്ലാവരും എപ്പോഴും ഉണ്ട്. പിന്നെ എന്താ അമ്മ പറയാനുള്ളത്? പിന്നെ സ്പെഷ്യൽ താങ്ക്സ് എന്റെ മോക്ക്. ഇത്രയും കാലം ഇതിന്റെ പണി അവളായിരുന്നു. പാർവി മാത്രല്ല കേട്ടോ ഞങ്ങക്ക് വീഡിയോസ് എടുത്തത്. ചിന്നു, നമുക്ക് ഇനീഷ്യലി ചിന്നു ആണ് വീഡിയോസ് എടുത്തു തന്നത്. പിന്നെ ഇടക്ക് ബൈത്തേട്ടൻ എടുത്തു തരും. പിന്നെ ആരാ, പാർവി എടുക്കും. ഒരു 3 പേര്. പാർവയാണ് ഞങ്ങക്ക് കൂടുതൽ വീഡിയോസ് എടുത്തു തന്നത്. പിന്നെ ആരാ, പിന്നെ ഇടക്ക് ഇവൻ എടുത്തിന്, ആരാ, മനോജേട്ടന്റെ മോൻ ഒരു 2-3 വീഡിയോ ഓർമ്മയുണ്ട്, ആദ്യം തുടക്കം. അങ്ങനെ കുറെ പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. അതെല്ലാം നമ്മൾ അത്രയായിട്ടേ കാണുന്നുള്ളൂ. കുറെ അങ്ങനത്തെ കമന്റ്സ് വരാറുണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് എല്ലാം അങ്ങനെ ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് മാത്രം വരുന്ന ഒരു ചാനലല്ല നമ്മളത്. ഓഫ് കോഴ്സ് ഫാമിലി വീഡിയോ ആകുമ്പോ എന്തായാലും നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അല്ലെ ചേച്ചി? പക്ഷെ എന്നാലും പൊതുവെ കുറവാണ്. എന്നാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങളോട് ചോദിക്കണ്ട, നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരലില്ലേ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ സങ്കടം തോന്നലില്ലേ എന്നെല്ലാം ചോദിക്കലുണ്ട്. ആദ്യമെല്ലാം സങ്കടം തോന്നിനല്ലേ, പിന്നെ പോട്ട് വല്ല് എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പിന്നെ നല്ല കമന്റ് വരുമ്പോ, ഞങ്ങൾക്ക് നല്ല ദേഷ്യം വരുമ്പോ നല്ല ചുട്ട മറുപടി ഞങ്ങൾ കൊടുക്കാറുണ്ടല്ലോ അമ്മേ. കുറവാണ്. എന്നാലും നമുക്ക് ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നല്ലേ കുറച്ചുകൂടെ ഹെയ്റ്റ് കമന്റ്സ് വരുന്നത്. യൂട്യൂബിലെല്ലാം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി. ഞങ്ങളെ ഡിസ്കറേജ് ചെയ്തവർക്ക് കുറച്ചുകൂടെ നന്ദി. കാരണം എന്താ പറയാ, അങ്ങനത്തെ കമന്റ് ഇടുമ്പോ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഞങ്ങളെ ഡിസ്കറേജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആവേശമാണ് വീഡിയോസ് ചെയ്യാൻ അല്ലേ. അങ്ങനെയാണ് 10 പറയണം എന്നുള്ള 10 കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾസ് അപ്പൊ എല്ലാം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഇനി ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഡയറക്ട്ലി പറയണം കേട്ടോ. ഇത് ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിലുള്ള നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങളെ കൂടുതൽ വളരാൻ അത് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ വലിയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഈ ഹെയ്റ്റ് കമന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര കളിയാക്കല്, പിന്നെ കുറച്ച് ഇങ്ങനെ വൾഗറായി സംസാരിക്കും, അങ്ങനത്തതാണ് ഞങ്ങൾ ഹെയ്റ്റ് കമന്റ്സ് ആയി പറയുന്നത്. അല്ലാണ്ട് അത് നന്നായില്ലേ, ഇങ്ങനെ ചെയ്താൽ നന്നാവുമായിരിക്കും എന്ന് പറയുന്നതെല്ലാം ഞങ്ങൾ ഭയങ്കര പോസിറ്റീവ് രീതിയിൽ മാത്രമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞങ്ങളോട് പറയണം. അപ്പോഴേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായി വീഡിയോസ് ചെയ്യാനും നല്ല കണ്ടന്റ്സ് കൊണ്ടുവരാനും പറ്റുക അല്ലേ അമ്മേ? അമ്മക്ക് എന്താ പറയാനുള്ള ഈ നമ്മൾ ഇത്ര കാലത്തെ ഒരു ജേർണിനെ പറ്റിയിട്ട്?
പറയല്ല, നല്ല നല്ല മക്കള് സബ്സ്ക്രൈബ് ചെയ്തു, സന്തോഷം. ഇനിയും എല്ലാവരും ചെയ്യുക. അതന്നെ, വേറെ ഒന്നും പറയാനില്ല. വീഡിയോസ് കാണണം, വീഡിയോസ് കാണണം, അത്ര തന്നെ. അത്ര തന്നെ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് സന്തോഷായി. പിന്നെ നമ്മളായിട്ട് ഇതെല്ലാം വാങ്ങിച്ചപ്പോ കുറച്ചും കൂടെ സന്തോഷായി. ഇനിയും എന്തൊക്കെയോ വായിക്കണം. ഇനി ഞങ്ങൾക്ക് വായിക്കണം, ഗോപ്രോ വായിക്കണുണ്ട്, ഡിജിയോസ്മോ വായിക്കണമെന്നുണ്ട്. അതിനൊക്കെ നല്ല പൈസയാവും. അതിന് നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യണം. അതെ, ഞങ്ങള് മോണിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോഴേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെന്താ, അത്രേ ഉള്ളൂ ഗൈസ്. അമ്മ അടുപ്പിലൊന്നും വെച്ചിട്ടുണ്ടാ? ഇല്ല അല്ലേ, കരിഞ്ഞു മണക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലേടെ. പിന്നെ അപ്പുറത്തെല്ലാം നോമ്പായോണ്ട് ഞാൻ ചോദിച്ചത്, അവരിപ്പോ ഒന്നും വെക്കൂലല്ലോ. അതെ. അപ്പൊ ഗൈസ്, ഇപ്പൊ നല്ലൊരു മാസാണ് കടന്നു പോകുന്നത് അല്ലേ ചേച്ചി? റംസാൻ മാസം. അതെ, പിന്നെ റംസാൻ മാസത്തില് ഭയങ്കര ഈ പുണ്യമാസത്തില് നമുക്ക് തന്നെ ഈ സാധനം വാങ്ങാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു മാസാണ് അല്ലെ? നമ്മളെ പ്രേയേഴ്സ് എല്ലാം പെട്ടെന്ന് എത്തുന്ന പറയല്, നമ്മള് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെ നിങ്ങളെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ? രസീച്ചി ട്രീറ്റ്മെന്റിന് ഈ ആഴ്ച ചെന്നൈ പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പോകുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും രസീച്ചിക്ക് കോർട്ടിസോൾ. വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ചെറിയൊരു അസുഖമാണ്, ഹോർമോണൽ ഇഷ്യൂ. കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കുറച്ചുകൂടെ ഹൈ ആണ് രസീച്ചിക്ക്. അപ്പൊ അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റ്സിനായിട്ട് രസീച്ച് ചെന്നൈയിൽ പോകുന്നുണ്ട്. അപ്പോ നിങ്ങളെ പ്രേയേഴ്സിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഞങ്ങൾ കാശ്മീർ പോകുന്നുണ്ട്. ഇവിടെ ആരുമില്ല, ഞങ്ങള് മാത്രം. അച്ഛനും ഉണ്ട്. ബാക്കി ഈ ആഴ്ച ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ അടുത്ത ആഴ്ചയെ കാണുള്ളൂ. അപ്പോഴൊക്കെ നമ്മള് പോയി വന്നിട്ടുണ്ടാവും. ഈ ആഴ്ച നിങ്ങൾ വീഡിയോ കാണുമ്പോ നമ്മളെല്ലാം നാട്ടിലുണ്ടാവും. ഞങ്ങൾ പറ്റിക്കും ഗൈസ്. അപ്പൊ എന്താ, നിങ്ങളെ പ്രേയേഴ്സിൽ ഞങ്ങൾ എല്ലാരും ഇൻക്ലൂഡ് ചെയ്യണം. ഇനിയും ഞങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്യണം. ഇനി വലിച്ചു നീട്ടുന്നില്ല അല്ലെ, നിങ്ങൾക്ക് ചിലപ്പോ ബോറടിക്കും. അപ്പൊ എന്താ, ഇപ്പൊ ചെയ്തതിന് ഒരുപാട് നന്ദി, താങ്ക് യു. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡ് ആവട്ടെ. റംസാൻ മാസത്തിന്റെ പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ.